السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإن يونس لمن المرسلين إذ أبق إلى الفلك المشحون فساهم فكان من المدحضين فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون فنبذناه بالعراء وهو سقيم وأنبتنا عليه شجرة من يقطين وأرسلناه إلى 100,000 أو يزيدون فآمنوا فمتعناهم إلى حين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് മുഖേന മഹാന്മാരായ പ്രവാചകന്മാരുടെ സംഭവബഹുലമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പഠന പരമ്പര മഹാനായ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള വിവരണമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ അമ്പിയാക്കളോടൊപ്പം മഹത്തുക്കളോടൊപ്പം സ്വർഗം പങ്കിടാൻ ഭാഗ്യം സിദ്ധിക്കുന്ന മഹാന്മാരിൽ നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ യൂനുസ് അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ പേരടക്കം അവിടുന്ന് പറഞ്ഞു തന്നത് ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ നമുക്ക് കാണാം. യൂനുസ് ഇബ്നു മത്ത എന്നാണ് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്. ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു അദ്ദേഹവും. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിലൂടെ കടന്നു വന്ന പ്രവാചകനാണ് യൂനുസ് അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ ആ പേര് 4 സ്ഥലത്താണ് പരാമർശിച്ചിട്ടുള്ളത്. വേറെ 2 സ്ഥലത്ത് സാഹിബുൽ ഹൂത്ത് എന്നും ദുന്നൂൻ എന്നിങ്ങനെയും പരാമർശിച്ചു. അഥവാ അവിടുത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു മത്സ്യത്തെ പരാമർശിക്കുന്നുണ്ടല്ലോ. മത്സ്യത്തിന്റെ ആള് അല്ലെങ്കിൽ മത്സ്യത്തിന്റെ വക്താവ് എന്നിങ്ങനെയുള്ള അർത്ഥം സൂചിപ്പിക്കുന്ന നിലക്കും 2 സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ മഹാനവറുകളെ കുറിച്ച് പരാമർശം നടത്തിയിട്ടുണ്ട്. ഇറാഖിലെ മൗസിൽ എന്ന് പറയുന്ന പട്ടണത്തിന്റെ തലസ്ഥാനമായ നീനുവ എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിച്ചത്. ആ നാട്ടുകാർ ശിർക്കിന്റെ വക്താക്കളായിരുന്നു. അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും ഒക്കെ വക്താക്കളായിരുന്നു. എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നത് ശിർക്കിൽ നിന്ന് മുക്തമാക്കുവാനും ഏകനായ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവനെ മാത്രം ആരാധിച്ച് യഥാർത്ഥമായ തൗഹീദിലേക്ക് തിരികെ വരാനുമായിരുന്നു ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വപ്രവാചകന്മാരും അവരുടെ ജനങ്ങളെ പ്രഥമമായും പ്രധാനമായും ഉപദേശിച്ചിട്ടുള്ളത്. അത് തൗഹീദിന്റെ മഹത്വമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യൂനുസ് അലൈഹിസ്സലാമും തന്റെ ജനതയെ
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ആ നാട്ടുകാർ അത് സ്വീകരിക്കാതെ അവരുടേതായ അന്ധവിശ്വാസങ്ങളിലും ശിർക്കിലും അവർ ഉറച്ചു നിന്നു. ആ സമയത്ത് മഹാനായ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം, ഞാൻ ഈ നിങ്ങളോട് പഠിപ്പിക്കുന്ന തൗഹീദിന്റെ ആദർശത്തിലേക്ക് ബഹുദൈവാരാധന വെടിഞ്ഞുകൊണ്ട് നിങ്ങൾ കടന്നു വന്നിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമാണ് അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് നേരിടാൻ പോകുന്നതെന്ന കനത്ത ശിക്ഷയെ സംബന്ധിച്ചും അദ്ദേഹം ആ നാട്ടുകാരെ താക്കീത് ചെയ്തു നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ആ ജനങ്ങൾ അവരുടെ ശിർക്കിൽ നിന്ന് പിൻവാങ്ങുകയോ മാറ്റം വരികയോ ചെയ്തില്ല. മഹാനായ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം തന്റെ കഴിവുകളെല്ലാം വിനിയോഗിച്ചു നോക്കിയിട്ടും ഫലപ്പെടാതെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് ദുഃഖമായി, അദ്ദേഹത്തിന്റെ മനസ്സിന് സങ്കടമായി. ആ സങ്കടവും ദുഃഖവും ഒരൽപ്പം കോപത്തിലേക്ക് വഴിമാറി. അദ്ദേഹത്തിന് ദേഷ്യം തോന്നി. ഇത്ര ആത്മാർത്ഥമായി ഞാൻ എന്റെ ജനതയോട് ഈ കാര്യം പറഞ്ഞിട്ട് അവരെന്നെ അനുസരിക്കുന്നില്ലല്ലോ, എന്തു പറ്റി എന്റെ ജനതക്ക്? ഇത്രയൊക്കെ അവരോട് ഗൗരവത്തോടുകൂടെ ഇസ്ലാമിന്റെ തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടും അവർക്കൊരു മാറ്റം വരാത്തതെന്ത് എന്നിങ്ങനെ വിഷമവും സങ്കടവും അത് മൂർച്ഛിച്ച് മഹാനവറുകൾക്ക് ദേഷ്യം തോന്നി ആ ജനതയോട്. അങ്ങനെ അദ്ദേഹം ഇനി ഇവര് നന്നാവില്ലെന്ന നിലക്ക് ആ നാട് വിട്ടുപോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ ആ സ്ഥലം വിട്ടു പോവുകയാണ്. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് പോയപ്പോ ആ നാട്ടുകാർക്ക് വീണ്ടും വിചാരമുണ്ടായി. ആ നാട്ടുകാരോട് യൂനുസ് അലൈഹിസ്സലാം ഗൗരവത്തോടുകൂടി മുന്നറിയിപ്പ് നൽകിയിരുന്ന കഠിന കഠോരമായ ശിക്ഷ അത് സംഭവിച്ചേക്കും എന്ന നിലക്കുള്ള ചില അടയാളങ്ങൾ, അതിന്റെ പ്രാഥമികമായ ചില മുന്നൊരുക്കങ്ങൾ ആ നാട്ടിൽ ദൃശ്യമായി. ജനങ്ങൾ പേടിച്ചു. ജനങ്ങൾക്ക് മനസ്സിലായി പ്രവാചകന്മാര് കളവ് പറയൂല. അതുകൊണ്ട് യൂനുസ് ആണെങ്കിൽ നാട് വിടുകയും ചെയ്തിരിക്കുന്നു, എന്തൊക്കെയോ ചിലത് ഇവിടെ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. ആ ജനതക്ക് വീണ്ടും വിചാരമുണ്ടായി. ഒരു സമുദായത്തിനും ഇല്ലാത്തൊരു കാര്യമായിരുന്നു അത്. മറ്റുള്ളവരൊക്കെ ശിക്ഷ വന്നിട്ട് പാഠം പഠിച്ചവരാണെങ്കിൽ ഇവരങ്ങനെയല്ല. ശിക്ഷയുടേതായ മുന്നൊരുക്കങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേക്ക് തന്നെ ആ ജനതക്ക് തോന്നി നമ്മൾ ഇങ്ങനെയായാ പറ്റൂല. അതുകൊണ്ട് അവരിൽ ഒരു വീണ്ടും വിചാരമുണ്ടായി. പക്ഷെ അപ്പോഴേക്ക് യൂനുസ് അലൈഹിസ്സലാം സ്ഥലം വിട്ടിരുന്നു. ആ നാട്ടുകാർ മുഴുവനും അവിടെയുണ്ടായിരുന്ന ആബാലവൃദ്ധം ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അവരുടെ വളർത്തു മൃഗങ്ങൾ വരെ മൈതാനത്തേക്ക് മരുഭൂമിയിലേക്ക് പുറപ്പെട്ടുകൊണ്ട് പശ്ചാത്തപിക്കുന്ന മനസ്സുമായി കൊണ്ട് അവരെ മരുഭൂമിയിൽ വന്നുകൊണ്ട് അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങാൻ തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിച്ചു. അവർക്കുള്ള ശിക്ഷയിൽ നിന്ന് ആ നാട്ടുകാരെ ഒഴിവാക്കി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ തന്നെ പേരിലുള്ള ഒരധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്, സൂറത്ത് യൂനുസ്. ആ അധ്യായത്തിന്റെ 98-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അള്ളാഹു അവരുടെ ഈ പശ്ചാത്താപ മനസ്ഥിതിയെ സംബന്ധിച്ച് എടുത്തു പറയുന്നുണ്ട്. ഫലൗലാ കാനത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ ഇല്ലാ ഖൗമ യൂനുസ ലമ്മാ ആമനൂ كشفنا عنهم عذاب الخزي في الحياة الدنيا ومتعناهم إلى حين. അല്ലാഹു തആല ചോദിക്കാണ്, ഏതൊരു നാട്ടുകാർക്കും വിശ്വസിച്ചുകൂടെ? ഏതൊരു നാട്ടുകാർക്കും വിശ്വസിച്ചുകൂടെ? എങ്കിൽ ആ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടില്ലേ? അങ്ങനെ ജനങ്ങൾ എന്താ വിശ്വസിക്കാത്തത്? പ്രവാചകന്മാര് ഒരു നാട്ടുകാരെ വന്ന് ഇസ്ലാമിന്റെ ആശയം അവരോട് പറയുമ്പോ, അത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ വന്നു ഭവിക്കുമെന്ന് നിങ്ങളോട് പറയുമ്പോ, അത് കണ്ടിട്ട് ആ ശിക്ഷ അനുഭവിക്കുന്നതിന്റെ മുമ്പേ തന്നെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? എങ്കിൽ ആ ജനതക്ക് അത് ഉപകാരം ചെയ്യില്ലേ? പക്ഷേ ഒരു നാട്ടുകാരും അങ്ങനെ ചെയ്തില്ല. നൂഹ് നബി അലൈഹിസ്സലാം മുന്നറിയിപ്പ് കൊടുത്തു, ജനങ്ങൾ വകവച്ചില്ല. ഹൂദ് അലൈഹിസ്സലാം മുന്നറിയിപ്പ് കൊടുത്തു, ജനങ്ങൾ പാഠം പഠിച്ചില്ല. സാലിഹ് അലൈഹിസ്സലാമും അതുപോലെ തന്നെ പല പ്രവാചകന്മാരും അവരുടേതായ സമൂഹങ്ങളോട് മുന്നറിയിപ്പ് കൊടുത്തു, പക്ഷെ അവര് പഠിച്ചില്ല. എന്നാൽ ഈ ചരിത്രത്തിന് ഒരു തിരുത്തലായിക്കൊണ്ട് ലോകത്തുണ്ടായ ഒരേ ഒരു വിഭാഗം ഇല്ലാ ഖൗമ യൂനുസ്, അല്ലാഹു പറയാണ്,
യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനത അതിൽ പെട്ടില്ല. അവര് പാഠം പഠിച്ചു. അവര് മനസ്സിലാക്കി യൂനുസ് എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചേക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലമ്മാ ആമനു, അവര് വിശ്വസിച്ചപ്പോൾ കശഫ്നാ അൻഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തിദ് ദുനിയാ, അവർക്ക് വരാനിരുന്ന അപമാനത്തിന്റെ നിന്ദ്യമായ കഠിനമായ ശിക്ഷയിൽ നിന്ന് നാം അവരെ ഒഴിവാക്കി, നാം അവരിൽ നിന്നത് നീക്കം ചെയ്തു. വമത്തഅനാഹും ഇലാ ഹീൻ, ഒരു പ്രത്യേക കാലാവധി വരെ നാം അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്തു. അത് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് മാത്രമുണ്ടായൊരു ഗുണാണ്. വേറുള്ളവരൊക്കെ അവരുടെ പ്രവാചകന്മാരുടെ ശിക്ഷ പറഞ്ഞപ്പോ എന്നാ വരുന്നേടത്ത് വെച്ച് കാണാൻ വിചാരിച്ച് ശിക്ഷ ഏറ്റുവാങ്ങി, നാശം ഏറ്റുവാങ്ങി നശിച്ചു പോയവരാണ്. എന്നാൽ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനത അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് അവരപ്പ കേട്ടില്ലെങ്കിലും ആ പ്രവാചകൻ ദേഷ്യം വിട്ട് നാട് വിട്ടു പോയപ്പോ അവർക്ക് തോന്നി ഇവിടെ എന്തോ സംഭവിക്കും. അതിന്റെ അടയാളങ്ങളൊക്കെ ചിലത് കണ്ടു തുടങ്ങും കൂടെ ചെയ്തപ്പോ അവർക്ക് ബോധ്യമായി. മരുഭൂമിയിലെത്തിയവർ അള്ളാഹുവിനോട് ആബാലവൃദ്ധം ജനങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങിയപ്പോ അള്ളാഹു തആല അവർക്ക് നിഅമത്തുകൾ കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. 1,00,000-ലേറെ വരുന്ന ജനതയായിരുന്നു നീനുവ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായിരുന്നത്. പരിശുദ്ധ ഖുർആൻ അതിന്റെ എണ്ണം തന്നെ പറഞ്ഞു. വഅർസൽനാഹു ഇലാ മിഅതി അൽഫിൻ ഔ യസീദൂൻ ഫആമനൂ ഫമത്തഅനാഹും ഇലാ ഹീൻ. സൂറത്തു സാഫാത്തിൽ 147 148 ആയത്തുകളുടെ അല്ലാഹു പറയുന്നു, വഅർസൽനാഹു, യൂനുസിനെ നാം അയക്കുകയുണ്ടായി, ഇലാ മിഅതി അൽഫിൻ, മിഅതു അൽഫ് എന്ന് പറഞ്ഞാൽ 100,000, 100,000 എന്ന് പറഞ്ഞാൽ 1,00,000. 1,00,000 എന്ന് കറക്റ്റ് അല്ല. ഔ യസീദൂൻ, അതിലും അപ്പുറം. എത്രയാണെന്ന് അല്ലാഹുവിനെ അറിയൂ. എന്തായാലും 1,00,000-ലേറെ വരുന്ന ജനവിഭാഗത്തിലേക്ക്, ആ ജനങ്ങളിലേക്കാണ് മഹാനായ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത്. ഫആമനു, പിന്നീട് അവരെ വിശ്വസിച്ചു. ഫമത്തഅനാഹും, അപ്പോൾ നാം അവർക്ക് സൗഖ്യം നൽകി. ഇലാ ഹീൻ, ഒരവധി വരെ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്ക് ഇവിടെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകട്ടെ സ്ഥലം വിട്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ദേഷ്യം പിടിച്ചു പോയതാണ്. സ്ഥലം വിട്ട് അദ്ദേഹം ഒരു കപ്പലിൽ കയറുകയാണ്, ആ നാട് വിട്ടു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു കപ്പൽ യാത്ര ആരംഭിക്കുകയാണ്. കപ്പലിൽ കയറി മറ്റൊരു പ്രദേശത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുപോവാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നു, വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ ഇദ് അബഖ ഇലൽ ഫുൽകിൽ മശ്ഹൂൻ ഫസാഹമ ഫകാന മിനൽ മുദ്ഹദീൻ ഫൽതഖമഹുൽ ഹൂത് വഹുവ മുലീം വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. അല്ലാഹു പറയാണ്, യൂനുസ് നിശ്ചയമായും നമ്മുടെ പ്രവാചകന്മാരിൽപ്പെട്ടവർ തന്നെയായിരുന്നു. നിശ്ചയം യൂനുസ് നമ്മുടെ ദൂതന്മാരിൽപ്പെട്ടവൻ തന്നെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുകയാണ്, ഇത് അബഖ, അദ്ദേഹം ഓടിപ്പോയി. ഒരു ഉടമയുടെ പക്കൽ നിന്ന് അടിമ ഓടിപ്പോകുന്നതിനാണ് അബഖ എന്ന് പറയുക. ഇവിടെ ക്ഷമിച്ച് ആ നാട്ടിൽ തന്നെ നിൽക്കേണ്ടതിന് പകരം മഹാനായ പ്രവാചകൻ വേദനയും സങ്കടവും ഒക്കെ സഹിക്കവയ്യാതെ ആ നാട് വിട്ട് റബ്ബിന്റെ കൽപ്പന കിട്ടുന്നതിന്റെ മുമ്പേ സ്ഥലം വിട്ട് കളഞ്ഞു. ഇത് അബഖ. എന്നിട്ട് അദ്ദേഹം ഒളിച്ചോടിപ്പോയി. എവിടേക്കാണ്? ഇലൽ ഫുൽകിൽ മശ്ഹൂൻ, ധാരാളം ഭാരം കൊണ്ട് നിറക്കപ്പെട്ട ഒരു കപ്പലിലേക്കാണ് അദ്ദേഹം ചെന്ന് കയറിയത്. അദ്ദേഹം പോയത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ അംബിയായിലെ 87-ാമത്തെ ആയത്ത്, വദന്നൂനി ഇദ് ദഹബ മുഗാദിബാ. ദുന്നൂൻ, നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യം എന്നാ അവിടെ അർത്ഥം. ആ നൂൻ, ദുന്നൂൻ, മത്സ്യത്തിന്റെ ആളായ യൂനുസ് ഇദ് ദഹബ, അദ്ദേഹം പോയ സന്ദർഭം മുഗാദിബൻ, ദേഷ്യം പിടിച്ചിട്ടാ പോയത്, കോപം കൊണ്ടാ പോയത്. എന്താ ദേഷ്യം? അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സങ്കടം ദേഷ്യത്തിലേക്ക് മാറിപ്പോയതാണ്. എന്റെ ജനങ്ങൾ എന്താ നന്നാവാത്തത്? എന്റെ ജനങ്ങൾക്ക് എന്ത് പറ്റി? ഇവർ ഈ രൂപത്തിൽ ജീവിച്ചു മരിച്ചുപോയ നരകമല്ലേ അവരെ കാത്തിരിക്കുന്നത്? അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഏതൊരു പ്രവാചകന്മാരും അവരുടെ ജനതയോടുള്ള ഗുണകാംക്ഷ നിർഭരമായ മനസ്സാണത്. തന്റെ സമൂഹത്തിനൊന്നും സംഭവിക്കരുതെന്ന അത്യാഗ്രഹമായിരുന്നു മഹാന്മാരായ പ്രവാചകന്മാർക്കൊക്കെ. അത്രത്തോളം പ്രബോധിത സമൂഹത്തെ വെറുത്തവരല്ല, സ്നേഹിച്ചവരാണവർ. ഇന്നും നമ്മൾ പ്രബോധനം നടത്തുമ്പോൾ പ്രബോധിത സമൂഹത്തോട് വെറുപ്പ് കൊണ്ടല്ല ദഅവത്ത് നടത്തേണ്ടത്, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്.
അവര് രക്ഷപ്പെടണം. അവര് നരകത്തിന്റെ വിറകുകളാകാൻ പാടില്ല. അവര് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് സ്വർഗം ലഭ്യമാകുന്നുവെങ്കിൽ അവർക്കും ലഭ്യമാകണം. ആ നിലക്കുള്ള ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടെയാണ് ഇന്നും നാം സമൂഹത്തിന്റെ ഇടയിൽ സത്യങ്ങളൊക്കെ പറയേണ്ടത്, അല്ലാതെ ജനങ്ങളെ വെറുത്തുകൊണ്ടല്ല. മഹാനായി ഈ പ്രവാചകൻ ദേഷ്യം പിടിച്ചത് ഭൗതികമായിട്ട് അവരില്ലെന്ന് തനിക്ക് എന്തെങ്കിലും കിട്ടാത്തതിൽ ദേഷ്യം പിടിച്ചിട്ട് പോയതല്ല. ഭൗതിക ലോകത്തെ സുഖ സൗകര്യങ്ങളുടെ കമ്മി ആ നാട്ടിലുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടും പോയതല്ല. മറിച്ച് അള്ളാന്റെ ദീനി സമൂഹം കേൾക്കുന്നില്ലല്ലോ എന്ന ദുഃഖവും സങ്കടവും കോപത്തിന് വഴിമാറിയതുകൊണ്ട് മഹാനവറുകൾ ഓടിപ്പോയതാണ്. കേറിയ കപ്പലിന്റെ അവസ്ഥ എന്താ? ഭാരത്താൽ തിങ്ങുന്ന കപ്പലാണ്. യാത്ര കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ കാറ്റിലും കോളിലും പെട്ട് കപ്പൽ മറിയാനുള്ള ഭാവമായി. ഭാരം കുറക്കൽ അനിവാര്യമായി. മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇനി ഇത് മുങ്ങിപ്പോകും. അതുകൊണ്ട് അവർക്കിടയിൽ തീരുമാനം വന്നു, യാത്രക്കാരിൽ ചിലരെ എടുത്ത് പുറന്തള്ളിയിട്ടില്ലെങ്കിൽ ഈ കപ്പൽ മുന്നോട്ട് പോവില്ല. പക്ഷെ ആരെ തള്ളും? ആരെ പുറത്തേക്കെറിയും? അത്തരം ഘട്ടങ്ങളിലാണല്ലോ, വിവേചനം പാലിക്കാൻ പാടില്ലാത്ത ഘട്ടങ്ങളിലാണല്ലോ നറുക്കെടുപ്പ് നടത്തേണ്ടി വരാറുള്ളത്. ഇസ്ലാം അനുവദിച്ചു തന്നൊരു സംഗതിയാണ് നറുക്കെടുപ്പ് നടത്താം. ഇസ്ലാം പറഞ്ഞു, ഒന്നാമത്തെ സഫിന്റെ പുണ്യം പറഞ്ഞു, ബാങ്ക് വിളിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞു. ഒന്നാമത്തെ സഫിലൊക്കെ നിന്ന് നിസ്കരിക്കുന്നതിന്റെ പുണ്യവും ബാങ്ക് വിളിക്കുന്നതിന്റെ ഒക്കെ മഹത്വം ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ സ്ഥാനം കിട്ടാൻ വേണ്ടി മത്സരം നടന്നിട്ട് പിന്നെ നറുക്കെടുപ്പ് വേണ്ടി വരുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമുക്കേതായാലും ആ വിഷയത്തിൽ ഒരു നറുക്കെടുപ്പ് വരെ വേണ്ടി വന്നിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം സാന്ദർഭികമായി. ശരി, എന്തായിരുന്നാലും ഇവിടെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അടങ്ങുന്ന കപ്പലിൽ ആരെ എറിയണം? എല്ലാരും തുല്യരാ. ആരെയാ വലിച്ചെറിയ, ആരെയാ കടലിലേക്ക് തള്ളുക? നറുക്കെടുപ്പ് നടന്നു. ഫസാഹമ, അല്ലാഹു പറയാണ്, ഫസാഹമ, നറുക്കെടുപ്പ് നടത്തി. ഫകാന മിനൽ മുദ്ഹദീൻ, യൂനുസാണ് എറിയപ്പെട്ട വ്യക്തിയായി മാറിയത്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നറുക്കാണ് വീഴുന്നത്. ചരിത്രത്തിൽ കാണാം, മഹാനവറുകളുടെ ആ മുഖപ്രസന്നതയും മഹത്വവും ഒക്കെ പഠിച്ചറിഞ്ഞ കണ്ടറിഞ്ഞ പലരും കപ്പലിലുണ്ട്. അദ്ദേഹത്തെ എങ്ങനെ എറിയും എന്നവർക്ക് മനസ്സ് തോന്നുകയില്ല. അവർക്ക് എറിയാൻ മനസ്സ് വരുന്നില്ല. വീണ്ടും വീണ്ടും നറുക്കെടുപ്പ് നടത്തുമ്പോഴൊക്കെ പേര് വീഴുന്നത് റബ്ബിന്റെ തീരുമാനമാണല്ലോ, യൂനുസ് അലൈഹിസ്സലാമിനാണ്. അങ്ങനെ ആരെയും കാത്തു നിൽക്കാതെ മഹാനവറുകൾ തന്നെ കടലിലേക്ക് എടുത്തു ചാടി എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അലം. എന്തായിരുന്നാലും അദ്ദേഹം കടലിലേക്ക് വീഴ്ത്തപ്പെടുകയാണ്. അദ്ദേഹം കടലിലേക്ക് ആ വീഴ്ത്തപ്പെടുന്ന ഘട്ടത്തിൽ ഉടനെ ഫൽതഖമഹുൽ ഹൂത് വഹുവ മുലീം, അദ്ദേഹത്തെ ഭീമാകാരനായ ഒരു തിമിംഗലം, ഒരു മത്സ്യം വന്നുകൊണ്ട് വിഴുങ്ങുന്നു. വഹുവ മുലീം, അദ്ദേഹം ആക്ഷേപത്തിന് വിധേയനായ നിലയിൽ. അദ്ദേഹത്തിന് ആക്ഷേപത്തിന് വിധേയനാവാനുള്ള കാരണം എന്താ? ദേഷ്യം പിടിച്ചു പോയി. ദേഷ്യം പിടിച്ചാ നാട് വിട്ടുപോയി. അതെന്തേ ആക്ഷേപത്തിന് കാരണമാകാൻ കാരണം? അവര് വിശ്വസിക്കാത്തതിലുള്ള സങ്കടമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. എങ്കിലും അള്ളാന്റെ കൽപ്പന കിട്ടാതെ ഒരു പ്രവാചകൻ പോകാൻ പാടില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, ഈ നാട്ടുകാർക്ക് ശിക്ഷതാ ഉടനെ വരാൻ പോകുന്നു, നീയും വിശ്വാസികളും കപ്പലിൽ കയറിക്കോ. അപ്പോഴേ മഹാനായ നൂഹ് അലൈഹിസ്സലാം പോയിട്ടുള്ളൂ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, സദോം നിവാസികൾ ഇതാ തകർക്കപ്പെടും, അലൈസ സുബ്ഹു ബിഖരീബ്, പ്രഭാതത്തിൽ ശിക്ഷ വരാൻ പോകുന്നു ലൂത്തേ, നീ നിന്റെ വിശ്വാസികളെയും കൂട്ടിയിട്ട് പ്രഭാതമാകുന്നതിന്റെ മുമ്പ് സ്ഥലം വിട്ടോളണം. ആ കൽപ്പന കിട്ടിയിട്ടാണ് ലൂത്ത് അലൈഹിസ്സലാം സ്ഥലം വിട്ടത്. പല പ്രവാചകന്മാരും അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയിട്ടാണ് സ്ഥലം വിട്ടത്. പക്ഷേ ഇവിടെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പെർമിഷൻ, ഇതിന് അനുവാദം കിട്ടുന്നതിന്റെ മുമ്പേ സ്ഥലം വിട്ടു കളഞ്ഞു. അതാണ് അദ്ദേഹം ആക്ഷേപത്തിന് കാരണക്കാരനായി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതൊരാക്ഷേപമല്ല. പക്ഷേ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ചെറിയ കാര്യങ്ങൾ പോലും അള്ളാഹു കൃത്യമായിട്ട് അവരെ ഉണർത്തുകയാണ്, അവരെ തെര്യപ്പെടുത്തുകയാണ്, അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ മഹാനായ പ്രവാചകൻ ആ നിലക്ക് അള്ളാഹുവിന്റെ അനുവാദം കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം ആ നാട് വിട്ടു. വിശുദ്ധ ഖുർആൻ ഇതിനെ സംബന്ധിച്ച് പിന്നെയും പറയാണ്, ഇദ്ദഹബ മുഗാദിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി. അങ്ങനെ നാട് വിട്ടു പോകുമ്പോ നാം അദ്ദേഹത്തിന്റെ മേൽ നിശ്ചയമായും കുടുസാക്കൂല എന്നാണ് അദ്ദേഹം ധരിച്ചത്. യൂനുസിന് കഷ്ടപ്പാടൊന്നും വരൂലാന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഇങ്ങനെ ഈ നാട് വിട്ട് ദേഷ്യം പിടിച്ചു പോയാൽ എനിക്ക് അപകടമൊന്നും സംഭവിക്കൂല, വേറൊരു പ്രദേശത്തേക്ക് റബ്ബ് എന്നെ റസൂലായി നിയോഗിച്ചോളും,
അങ്ങനെ ആ നാട്ടിൽ പോയിട്ട് എനിക്ക് ദഅവത്ത് നടത്തിയിട്ട് ഇസ്ലാം പ്രചരിപ്പിക്കാമല്ലോ എന്നൊക്കെയുള്ള നല്ല മനസ്സോടെയാണ് മഹാനവറുകൾ യാത്ര പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ചില കുടുസാക്കലുകളും പ്രയാസപ്പെടുത്തലുകളും വരില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അതാണ് റബ്ബ് പറയുന്നത്, ഫളന്ന, അദ്ദേഹം വിചാരിച്ചു പോയി, അല്ലൻ നഖ്ദിറ അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ നാം ഒരു കുടുസും ഒരു പ്രയാസവും ഉണ്ടാക്കുകയില്ലെന്നാണ് അദ്ദേഹം ധരിച്ചു പോയത്. മത്സ്യത്തിന്റെ വയറ്റിൽ മഹാനവറുകൾ അകപ്പെടുകയാണ്. അവിടെയും ഒരു കറാമത്തുണ്ട് പ്രിയമുള്ളവരെ. അവിടെ ഒരു മുഅ്ജിസത്ത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പ്രത്യേകമായി തന്നെ റബ്ബ് അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു മത്സ്യം അങ്ങ് വിഴുങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ എല്ല് പൊട്ടും, അവന്റെ മാംസം ആ മത്സ്യം ഭക്ഷിക്കുമല്ലോ. ഇവിടെ ഇൽതഖമ എന്നാണ്, വിഴുങ്ങിയിരിക്കുകയാണ്. എല്ലുകൾക്ക് കേടുപാട് പൊട്ടിയിട്ടില്ല, എല്ല് പൊട്ടിയിട്ടില്ല, മാംസം ഭക്ഷിക്കപ്പെട്ടിട്ടില്ല. നേരെ വയറ്റിലേക്ക് അത്ഭുതകരമായ നിലക്കൊരു വിഴുങ്ങലങ്ങ് വിഴുങ്ങിയിരിക്കുകയാണ്. ഇരുട്ടറയിൽ ചെന്നെത്തിപ്പോയി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. സമുദ്രത്തിന്റെ അന്തർഭാഗത്തുള്ള ഇരുട്ട്, അതുപോലെ തന്നെ മത്സ്യത്തിന്റെ വയറിലെ ഇരുട്ട്, അതുപോലെ തന്നെ കൂരാകൂരിട്ടെന്ന രാത്രിയിലെ അന്ധകാരങ്ങൾ എന്ന് പറയുന്ന മുഴുവൻ അന്ധകാരങ്ങളും ഒത്തിണങ്ങിയ മനസ്സിലും വല്ലാത്തൊരു സങ്കടത്തിന്റെ ഇരുട്ട് വരുന്ന നേരമാണ്. ഈ രൂപത്തിലുള്ള ഇരുട്ടുകളിലെല്ലാം പെട്ട് പ്രയാസം അനുഭവിച്ച് വിഷമിച്ച നേരത്ത് മഹാനവറുകൾ എന്ത് ചെയ്തു? ഫനാദാ ഫിൽ ളുലുമാത്ത്, ആ ഇരുട്ടുകളിൽ വെച്ചുകൊണ്ട് നൂഹ് അല്ലാഹുവിനെ വിളിച്ചു. ഫനാദാ, അപ്പോൾ നൂഹ് വിളിച്ചു റബ്ബഹു. ഫനാദാ ഫിൽ ളുലുമാത്തി, ഇരുട്ടറകളിൽ വെച്ചുകൊണ്ട്, അന്ധകാരങ്ങളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ഒരാരാധ്യനില്ലേ ഇല്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്, നിന്നെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ. ഇന്നി, നിശ്ചയമായും ഞാൻ, കുന്തു, ഞാനായി തീർന്നിരിക്കുന്നു, മിനൽ ളാലിമീൻ, അക്രമം പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോയി റബ്ബേ, എന്നെ കാത്തുകൊള്ളണേ. അരുതാത്തതാ ഞാൻ ചെയ്തത്, എന്റെ പദവിക്ക് നിരക്കാത്തതാണ് ഞാൻ ചെയ്തത്. ദേഷ്യം പിടിച്ചു പോരാൻ പാടില്ലായിരുന്നു, ക്ഷമയോടെ അവിടെ നിൽക്കേണ്ടിയിരുന്നു, നിന്റെ ഓർഡർ കിട്ടിയിട്ടേ പോരാൻ പാടില്ലായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ ഞാനിങ്ങ് പോന്നല്ലോ റബ്ബേ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ്, നീ അല്ലാതെ ഒരാരാധ്യനില്ലേ ഇല്ല. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം പ്രവർത്തിച്ച, അരുതാത്തത് ചെയ്തു പോയവരുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു, രക്ഷിക്കണേ. അല്ലാഹു ഉടനെ ഉത്തരം കൊടുത്തു. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. സൂറത്തുൽ അംബിയായിലെ 87-88 ആയത്തുകളിലൂടെ റബ്ബ് പഠിപ്പിക്കുകയാണ്. ഫസ്തജബ്നാ ലഹു, ഉടനെ അദ്ദേഹത്തിന് നാം ഉത്തരം കൊടുത്തു. വനജ്ജയ്നാഹു, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. മിനൽ ഗമ്മി, അദ്ദേഹം അകപ്പെട്ട ദുഃഖത്തിൽ നിന്ന്, വിഷമത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന് നാം അദ്ദേഹത്തിന് രക്ഷ കൊടുത്തു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരമത്രേ മുഅ്മിനീങ്ങൾക്ക് നാം രക്ഷ കൊടുക്കുന്നത്. അപ്രകാരമാണ് മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തുന്നത്. എത്ര കാലം അദ്ദേഹം അതിൽ കടന്നു? പല അഭിപ്രായങ്ങളുണ്ട്. ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും കടന്നു, അതല്ല 3 ദിവസമാണെന്നും അഭിപ്രായമുണ്ട്. ഏറ്റവും പ്രബലമായ 2 അഭിപ്രായങ്ങളാണ്, 1 ദിവസമെന്നും 3 ദിവസമെന്നും. എവിടെ? മത്സ്യത്തിന്റെ വയറ്റിൽ. മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം അല്ലാഹുവിനോട് മനസ്സ് തരങ്ങി തസ്ബീഹ് ചൊല്ലി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥന റബ്ബ് കേട്ട് ഉടനെ ഉത്തരം കൊടുക്കാൻ ഒരു കാരണമുണ്ടായി എന്നുകൂടി അല്ലാഹ് പറയുന്നുണ്ട്. അത് നമുക്കൊക്കെ ഒരു പാഠമാണ്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ,
നൂഹ് തസ്ബീഹ് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ മുമ്പേ ഉള്ളവനല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ അദ്ദേഹം താമസിക്കേണ്ടി വരുമായിരുന്നു. ഇലാ യൗമി യുബഅസൂൻ, മനുഷ്യ സമൂഹത്തെയും എല്ലാ സൃഷ്ടികളെയും അല്ലാഹു നാളെ മഹ്ശറിലേക്ക് പുനരുത്ഥാനം നടത്തുന്ന ഡേറ്റ് വരെ അദ്ദേഹത്തിന് ആ മത്സ്യത്തിന്റെ വയറ് ഖബറായി തീരുമായിരുന്നു. എന്താണ് പറഞ്ഞത്? യൂനുസ് നമ്മളോടാണ് പ്രാർത്ഥിച്ചപ്പോ ഉത്തരം കൊടുക്കാൻ എന്താ കാരണം എന്നറിയോ? എടങ്ങേറായപ്പോ മാത്രം വിളിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല യൂനുസ്. അങ്ങനെ എടങ്ങേറാവുമ്പോ മാത്രം വിളിച്ചാൽ അല്ലാഹു ഉത്തരം തരൂല. വിഷമവും പ്രയാസവും വരുമ്പോ മാത്രം അള്ളാനെ ഓർക്കുക. സന്തോഷവും അതുപോലെ തന്നെ ആനന്ദമൊക്കെ തോന്നുന്ന ഘട്ടത്തിൽ അള്ളാനെ മറന്ന് അടിച്ച് പൊളിച്ച് ധിക്കാരിയായി ജീവിക്കുക. അത് വളരെ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉലമാ. പണ്ഡിത ലോകം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഉദ്കുറുല്ലാഹ ഫിർ റഖാ, നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഒത്തിണങ്ങുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ അല്ലാഹനെ ധാരാളമായി ഓർക്കണേ. എങ്കിൽ നിങ്ങൾക്ക് ഞെരുക്കവും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ അല്ലാഹ് നിങ്ങളെയും ഓർക്കും. അതവിടെ യൂനുസ് അലൈഹിസ്സലാമിന്റെ പ്രത്യേകത പറഞ്ഞു. ആവും കാലത്ത് സന്തോഷവും അധികാരവും കഴിവും സമ്പത്തൊക്കെ ഉള്ള കാലത്ത് തെമ്മാടിയായി ജീവിച്ചിട്ട് മരിക്കാൻ നേരത്ത് അല്ലെങ്കിൽ അപകടം വരുന്ന നേരത്ത് അല്ലാഹ് എന്ന് വിളിച്ചാ അല്ലാഹ് ഉത്തരം കൊടുക്കൂല. രണ്ടിനും ഉദാഹരണമുണ്ട്. യൂനുസ് അങ്ങനെ ആയിരുന്നില്ല, എന്നാലോ ഫിറഔൻ അങ്ങനെ ആയിരുന്നു. ഫിറഔൻ എന്തായിരുന്നു? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കേട്ടിട്ടും കാറ്റിൽ പറത്തി അധികാരത്തിന്റെ നകളിപ്പിൽ സമ്പത്തിന്റെ ഉത്തുംഗതയിൽ കയറി വിരാജിച്ചിട്ട് അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാടോ നിങ്ങളുടെ റബ്ബ്, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനുണ്ടെന്ന് എനിക്ക് വിവരമില്ല എന്നൊക്കെ പറഞ്ഞ് നെകളിപ്പും അഹങ്കാരവും അഹന്തയും കാണിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയുക്തമായ സമൂഹത്തിലുള്ള ജനങ്ങളെ മുഴുവനും പീഡിപ്പിച്ച് ആ സമൂഹത്തെ അടിമകളാക്കി വെച്ച് ശിർക്കിന്റെയും അതുപോലെ തന്നെ അന്ധവിശ്വാസത്തിന്റെയും വക്താക്കളാക്കിക്കൊണ്ട് ആ സമൂഹത്തിന്റെ മുമ്പിൽ അഹങ്കാരം കാണിച്ചു മാത്രം പരിചയമുള്ള ഫറോവ അഹങ്കാരത്തിന്റെ ഗരിമയിൽ കയറിയിട്ടവൻ ഉദ്ഘോഷിച്ച് നടന്നപ്പോഴൊന്നും അവന് പടച്ചോനെ ഓർമ്മ വന്നില്ല. അവന് മൂസാ നബിയുടെ റബ്ബിനെ ഓർമ്മ വന്നില്ല. ഹാറൂൻ നബി പരിചയപ്പെടുത്തിയ അള്ളാനെ ഓർക്കാൻ അവന് സമയം കിട്ടിയില്ല. പക്ഷേ മരണത്തെ മുഖാമുഖം കണ്ടു ചെങ്കടലിൽ മുക്കി നശിപ്പിക്കപ്പെടുന്ന നേരത്ത് അവനും വിളിച്ചു അള്ളാനെ. അവനും കരഞ്ഞു തേടി അള്ളാനോട്. പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, വളരെ കൃത്യമായി പറഞ്ഞില്ലേ? അവൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. ആരുടെ വാക്കാ? ഫിറഔൻ പറഞ്ഞതാണ്. ചാവാൻ നേരത്ത് പറഞ്ഞതാണ്. ചാവാൻ നേരത്ത് അവൻ അല്ലാഹനെ ഓർമ്മ വന്നത്. അവൻ പറഞ്ഞു, ആമൻതു, ഞാനിത് അവിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മോമിനാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേൽ മക്കൾക്ക് മൂസാ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഇലാഹ് ഏതോ ആ ഇലാഹ് മാത്രമേ ഇലാഹുള്ളൂ, ഞാനിത് അവിശ്വസിച്ചിരിക്കുന്നു എന്നവൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, അവൻ പറഞ്ഞു നോക്കി, വ അന മിനൽ മുസ്ലിമീൻ, ഞാനെല്ലാം കീഴ്പ്പെട്ടിട്ടുള്ള മുസ്ലിമീങ്ങളിൽപ്പെട്ടവൻ തന്നെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹ് എന്താ പറഞ്ഞത്? അല്ല, ഇപ്പോഴാടോ നിനക്ക് ഓർമ്മ വന്നത്? വഖദ് അസൈത മിൻ ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ, നീ മുമ്പ് വലിയ ധിക്കാരിയായി ജീവിച്ചവനല്ലേ, വലിയ കുഴപ്പം നാട്ടിലുണ്ടാക്കിയവനല്ലേ, എന്നിട്ട് ഇന്നേരത്താണോ നിനക്ക് എന്നെ ഓർമ്മ വരുന്നത്? സാധ്യമല്ല, അവൻ കാഫിറായി മുക്കിക്കൊല്ലപ്പെട്ടു, ചത്തുപോയി. നമ്മൾ മനസ്സിലാക്കണം, നല്ല സൗകര്യവും നല്ല സംവിധാനങ്ങളും സുഖവും ശാന്തിയൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാനെ മറന്നിങ്ങനെ ജീവിക്കണ്ട. അപ്പൊ കൂടുതൽ അള്ളാനെ ഓർക്കണം. സൗകര്യങ്ങളും സമ്പത്തും സജ്ജീകരണങ്ങളും ശാന്തിയും സമാധാനമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ അള്ളാനോട് കൂടുതൽ അടുക്കണം. എന്നാലോ സന്തോഷഘട്ടത്തിൽ നീ നിന്റെ റബ്ബിനെ ഓർത്താൽ സന്താപഘട്ടത്തിൽ അവൻ നിന്നെയും ഓർക്കും. അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, ഉദ്കുറുല്ലാഹ ഫിർ റഖാ, നിനക്ക് സന്തോഷമുള്ള ഘട്ടത്തിൽ അള്ളാനെ കൂടുതൽ ഓർക്കുകയെങ്കിൽ അത് കുറുക്ക ഫിശ്ശിദ്ദ, പ്രയാസം ഉണ്ടാകുമ്പോൾ അവൻ നിന്നെ ഓർക്കും.
യൂനുസ് അലൈഹിസ്സലാമിനെ അള്ളാഹ് സഹായിക്കാൻ പറഞ്ഞ കാരണത, യൂനുസ് ഞെരുക്കവും പ്രയാസം ഉണ്ടാകുമ്പോ മാത്രം എന്നെ വിളിക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹത്തിന് പണ്ടേ ശീലുണ്ട്, എപ്പോഴും അദ്ദേഹം എന്നെ വാഴ്ത്തുന്നവനാണ്. അതാണ് ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, പണ്ടേ അദ്ദേഹം നമ്മെ വാഴ്ത്തുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, പുനരുത്ഥാന നാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം കഴിച്ചു കൂട്ടേണ്ടി വരിക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ അദ്ദേഹത്തെ അല്ലാഹ് ഇടങ്ങേറാക്കിയില്ല. ചോദിച്ചപ്പോഴേക്ക് റബ്ബ് ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് അല്ലാഹു ഉത്തരം കൊടുത്തു. അദ്ദേഹത്തിന് അകപ്പെട്ടിട്ടുള്ള ഗമ്മിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അപ്രകാരമാണ് മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തുക എന്നല്ല പറഞ്ഞത്. നമുക്കുള്ള മെസ്സേജാണ്. യൂനുസിന് മാത്രമല്ല ഇത് ബാധകം, എല്ലാ മുഅ്മിനീങ്ങളും ഇത് ശ്രദ്ധിക്കണം. പ്രയാസവും ഞെരുക്കവും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് ദുആ ചെയ്യുന്നതിന് പകരം അതിന്റെ മുമ്പേ ഒരുക്കം നടത്തണം. നല്ല സന്തോഷമുള്ള സമയത്ത് കൂടുതൽ അള്ളാഹുവിനെ ഇബാദത്തൊക്കെ ചെയ്തിട്ട് അള്ളാഹിനോട് ഒരു അടുപ്പം കിട്ടണം. അങ്ങനെ അടുപ്പം കിട്ടിയാൽ അള്ളാഹു നമ്മയാണ് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടവർക്ക് പിന്നെ അള്ളാഹ് ചോദിച്ചതാണ് കൊടുക്കുന്ന പറഞ്ഞത്. ചോദിച്ചതാണ് കൊടുക്കും. അവൻ എന്നോട് കാവൽ തേടിയാൽ ഞാൻ കാവൽ കൊടുക്കും. വലയിൻ സഅലനി, അവൻ എന്നോട് ചോദിച്ചാൽ ഉഅ്തിയന്നഹു, ഞാൻ അവന് കൊടുത്തിരിക്കും, ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ഓഫർ പറഞ്ഞിട്ടുള്ളതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ഓർമ്മയില്ലതിരിക്കട്ടെ. നല്ല സന്തോഷമുള്ള ഘട്ടങ്ങളിലൊക്കെ നല്ലോണം ഇബാദത്ത്. അപ്പോൾ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, ഞെരുക്കം ഉണ്ടാകുമ്പോൾ റബ്ബിന്റെ പ്രത്യേകമായ നമുക്ക് അവന്റെ സഹായമുണ്ടാകും. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഈ ദിക്റിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ദഅവതു അഖീ ദിന്നൂൻ ഇദ് ഹുവ ഫീ ബത്നിൽ ഹൂതി, മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കെ എന്റെ സഹോദരനായ യൂനുസിന്റെ ദുആ. ആ ദുആ ഏതാണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ദിക്ർ, ആ ദുആ ഫഇന്നഹു നിശ്ചയമായും ലം യദ്ഉ ബിഹാ മുസ്ലിമുൻ റബ്ബഹു, ഏതൊരു മുസ്ലിം തന്റെ രക്ഷിതാവിനോട് അത് മുഖേന പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫീ ശൈഇൻ ഖത്തു, ഏത് വിഷയത്തിലാവട്ടെ, അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അവന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഈ ദുആ ഒരു മുസ്ലിം പറഞ്ഞാൽ ഇല്ലസ്തജാബ ലഹു, റബ്ബ് അവന് ഉത്തരം ചെയ്യാതിരിക്കൂല. അതുകൊണ്ട് പ്രയാസവും വിഷമൊക്കെ വരുമ്പോ നമ്മളെ ദുആയിൽ ഉൾപ്പെടുത്തണം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് പറയാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ തൗഹീദാണ് ഉറപ്പിക്കുന്നത്. തുടങ്ങുന്നതിന് എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ഒരു ആരാധ്യനില്ല, ഇലാഹില്ല. വിഷമം വരുമ്പോഴാ മനുഷ്യൻ ശിർക്കിലേക്ക് പോവുക. അള്ളാഹിനോട് കുറെ പറഞ്ഞു നോക്ക്, ഇനി അപ്പുറത്തൊന്ന് പോയി നോക്ക്, ഇപ്പുറത്തൊന്ന് പോയേക്ക്, ആ ദർഗയിൽ പോയി നോക്ക്, ഈ അമ്പലത്തിൽ പോയി നോക്ക്, ഈ പള്ളിയിൽ പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞ് ശിർക്കിലേക്ക് മനുഷ്യനെ വലയിടുന്ന ശൈത്താൻ. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴവര്, അതുകൊണ്ട് പ്രയാസം ഉണ്ടാകുമ്പോൾ ദുആ ഇരക്കേണ്ടതും ദിക്ർ ചൊല്ലേണ്ടതുമായി ഏത് ദിക്റുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒക്കെ തൗഹീദ് പഠിപ്പിക്കുന്ന, അരക്കിട്ടുറപ്പിക്കുന്ന ദിക്ർ ഉണ്ടാവുക. മനസ്സിന് സങ്കടവും വിഷമവും വരുന്നവരോട് അള്ളാന്റെ റസൂല് പറയാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. വിഷമങ്ങളും മനപ്രയാസങ്ങളും കൊണ്ട് നിന്റെ മനസ്സ് തിങ്ങുമ്പോ നീ ഇതിങ്ങനെ പറഞ്ഞോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. അതുപോലെ അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ, അല്ലാഹുവേ ഞാൻ നിന്നിൽ യാതൊന്നും പങ്കുചേർക്കുകയില്ല എന്ന് പറഞ്ഞോ. ഇങ്ങനെ എത്രയെത്ര പ്രാർത്ഥനകൾ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, എല്ലാത്തിനും കഴിവുള്ള റബ്ബേ എന്നും ജീവിച്ചിരിക്കുന്നവനെ നീ എന്താവേ, എല്ലാ കാര്യങ്ങളും ഞാനിതാ നിന്നോട് മാത്രം സഹായം തേടുന്നു. ഏത് ദുആ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും തൗഹീദിനെ അരക്കിട്ടുറപ്പിക്കുന്ന ദുആകൾ. മനുഷ്യനോ സങ്കടവും പ്രയാസവും വരുമ്പോ എന്നെ വിളിച്ചോന്ന് മറ്റേ ശൈഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് മാലയും പാടിയിട്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, അവരെ വിളിച്ച് സങ്കടം പറയുകയാണ്. ഇസ്ലാമാണോ? അല്ല.
മഹാന്മാരായ പ്രവാചകന്മാര് ഏറ്റവും വലിയ ആപത്തിൽപ്പെട്ടപ്പോ യൂനുസ് നബി അലൈഹിസ്സലാമിന് അറിയാം, ഉപ്പാപ്പയായ യാഖൂബ് അലൈഹിസ്സലാമിനെ പരിചയമില്ലേ? യൂസുഫ് നബിയെ അറിയില്ലേ? മുൻഗാമികളായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ മറന്നവരാണോ? ഇസ്ഹാഖ് നബിയെ അറിയില്ലേ? നൂഹ് നബിയെ പരിചയമില്ലേ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് എന്തേ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോ പ്രവാചകന്മാരെ എന്നെ സഹായിക്കൂ എന്ന് എടങ്ങേറായ സമയത്ത് വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്നാ പറയലുള്ളത്. എടങ്ങേറും പ്രയാസമൊക്കെ ഉണ്ടായ യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചോളിൻ. എന്താ യൂനുസ് അലൈഹി ഇസ്ലാമിന് മുൻഗാമികളായ പ്രവാചകന്മാരെ എന്നും മത്സ്യത്തിന്റെ വയറ്റിൽ ഓർമ്മ വരാഞ്ഞത്? തന്റെ നാഥനെയാ വിളിച്ചത്. ഫനാദാ ഫിൽ ളുലുമാതി, ഇരുട്ടറകളിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ തേടുന്നു, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിബീൻ. പ്രയാസങ്ങളും വിഷമങ്ങളും വരുന്ന ഒരു മുസ്ലിം ഏതു പ്രയാസത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയും എന്റെ സഹോദരനായ യൂനുസ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഇല്ലസ്തജബ ലഹു, റബ്ബവന് ഉത്തരം കൊടുക്കാതിരിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ മഹാനായ പ്രവാചകൻ, മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട ആ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ രക്ഷപ്പെടുത്തുന്ന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പറയാണ്. എന്താ പറയുന്നത്? ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം വഅൻബത്നാ അലൈഹി ശജറതൻ മിൻ യഖ്തീൻ. ഫനബദ്നാഹു, നാം അദ്ദേഹത്തെ പുറത്തേക്ക് തള്ളി. ബിൽ അറാഇ, ജനവാസമില്ലാത്തൊരു സ്ഥലത്ത് മത്സ്യം അദ്ദേഹത്തെ തുപ്പിക്കളഞ്ഞു. വഹുവ സഖീം, അദ്ദേഹം രോഗിയായിരുന്നു. എന്തായിരുന്നാലും എല്ലൊന്നും പൊട്ടിയിട്ടില്ല, മാംസമൊന്നും ഭക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിലാ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവശനായ അദ്ദേഹത്തെ ജനവാസമൊന്നുമില്ലാത്തൊരു സമുദ്രത്തിന്റെ ഒരു തീരത്തേക്ക് മത്സ്യം കൊണ്ടുപോയി തുപ്പിക്കളഞ്ഞു. ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം. തങ്ങളുടെ ബുദ്ധിക്ക് യോജിച്ചതേ സ്വീകരിക്കൂ എന്ന് പറയുന്ന ആളുകൾക്ക് ഉള്ളിൽ ഊറിച്ചിരിക്കാൻ തോന്നുന്നുണ്ടാകും. ബുദ്ധിക്ക് യോജിക്കാത്തത് ആര് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയുന്ന ചില മന്ദബുദ്ധികളുണ്ട്, ചില മതയുക്തിവാദികളുണ്ട്. അവർക്ക് ഖുർആനിലൊരു കാര്യം കണ്ടാൽ, ഹദീസിലൊരു കാര്യം കണ്ടാൽ അവർ നാലാള് കൂടി അന്ന് യോഗം കൂടി തീരുമാനിച്ച് ബുദ്ധിക്ക് ഫിറ്റാകുമോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് സ്വീകരിക്കണോ വേണ്ടെന്ന് അവർ തീരുമാനിക്കൂ. അത്തരം കക്ഷികൾക്ക് ഹദീസ് മാത്രമല്ല തള്ളേണ്ടി വരിക, ഇതും തള്ളേണ്ടി വരും. ബുദ്ധിക്ക് യോജിക്കുവോ? ആരുടെയും ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? ഒരു മത്സ്യം സമുദ്രത്തിലേക്ക് ഒരാൾ ചാടുക, വലിയൊരു മത്സ്യം വന്നിട്ടാണ് വിഴുങ്ങുക, പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? എന്നിട്ടൊരു കേടുപാടും കൂടാതെ ഇങ്ങാണ്ട് ചെറിയ ചില അവശതകളുമായിട്ട് സമുദ്രത്തിന്റെ കരയിലേക്ക് തുപ്പുക, ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെ ഇത് അംഗീകരിക്കാൻ ബുദ്ധിക്ക് കഴിയോ? ബുദ്ധിക്ക് യോജിക്കാത്തത് ഹദീസിലുള്ള ബുഖാരിയിലാണെങ്കിലും ഞങ്ങൾ തള്ളുന്നു പറയുന്ന കമ്പനി ആയത്തിന് തള്ളണം, യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ ഈ സംഭവത്തെ തള്ളണം. അതല്ലെങ്കിൽ ഇത് അംഗീകരിക്കാൻ എന്താണോ നിങ്ങൾക്ക് മാനദണ്ഡമായത്, അതേ മാനദണ്ഡം സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളോടും സ്വീകരിക്കാൻ മാനദണ്ഡമായി സ്വീകരിക്കണം. കാരണം ഖുർആൻ ഇറക്കിയ അള്ളാന്റെ അതേ വഹയാണ് ഹദീസ്, ഒരു വ്യത്യാസമില്ല. രണ്ടും ഒരേ സോഴ്സിൽ നിന്നാ വന്നത്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്ത അതേ നാഥന്റെ വഹി തന്നെയാണ് ഹദീസും. പിന്നെങ്ങനെ ഒന്ന് തള്ളി മറ്റൊന്ന് സ്വീകരിക്കൽ? ഒന്നിൽ പറഞ്ഞാൽ ഞങ്ങൾ ഇനിയിപ്പോ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും ബുദ്ധിക്ക് സ്വീകരിക്കാൻ പറ്റൂലെങ്കിലും ഞങ്ങൾ അംഗീകരിക്കും, അത് അള്ളാഹ് പറഞ്ഞതാ. മറ്റേതോ ഹദീസ് ആര് പറഞ്ഞതാ? നബി തങ്ങളാ പറയുന്നത്. പക്ഷെ ആശയന്മാരാ പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹു വമാ യൻതിഖു അനിൽ ഹവാ, ഇച്ഛപ്രകാരം സ്വന്തം ദേഹേച്ഛയുടെ താല്പര്യമനുസരിച്ച് അവിടുന്ന് സംസാരിച്ചിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അവിടുത്തേക്ക് ബോധനം നൽകപ്പെടുന്ന ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയേ സംസാരിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇന്ന് പലരും ബുഖാരിയിലെയും മുസ്ലിമിലെയും അതുപോലെ തന്നെ സ്ഥിരപ്പെട്ട ധാരാളക്കണക്കിന് ഹദീസുകളെ നിർബാധം നിഷേധിക്കുകയാണ്.
ഹദീസ് നിഷേധം ഒരു വലിയ ട്രെൻഡായി, പ്രവണതയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ഖുത്ബയിൽ സൂചിപ്പിച്ചില്ലേ, ലോകത്തുള്ള സർവ്വ പിഴച്ച കക്ഷികളും ഹദീസുകളെ കരിവാരിത്തേക്കാനും ഇല്ലാത്ത ഹദീസുകൾ കൊണ്ടുവരാനും ഉള്ളതിനെ ദുർവ്യാഖ്യാനിക്കാനും ഒരു വേള നിഷേധിക്കുവാനും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അപകടവും ഫിത്നയും വർദ്ധിച്ചൊരു കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കണം, റബ്ബേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഫിതനി മാ ളഹറ മിൻഹാ വമാ ബത്തൻ. രഹസ്യവും പരസ്യവുമായ നിലക്ക്, പ്രകടമായതും ആന്തരികവുമായ നിലക്കുള്ള സർവ്വ ഫിത്നകളിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ദീനിലുള്ള ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്ന. മിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത് എന്ന് നിസ്കരിച്ച് പിരിയുന്നതിന്റെ മുമ്പ് ഞാനും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞോളൂ, ജീവിത മരണരംഗത്തുള്ള പരീക്ഷണങ്ങൾ, ദീനിയായ രംഗത്തുള്ള പരീക്ഷണങ്ങളാണ് അതിൽ ഏറ്റവും കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഫിത്നകൾ. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം അത്തഹിയ്യാത്തിൽ ആ ദുആയൊക്കെ പറയാൻ. നമ്മൾ മനസ്സിലാക്കണം, അത്രത്തോളം ലോകത്ത് ഫിത്നകൾ വർദ്ധിക്കുകയാണ്. ശരി, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മഹാനായ പ്രവാചകനെ മത്സ്യം പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു. അദ്ദേഹം അവശനായിരുന്നു. ഇനി അവശനായ അദ്ദേഹത്തെ അള്ളാഹു ഇനി ശരിയാക്കാൻ പോവുകയാണ്, ആരോഗ്യം കൊടുക്കാൻ പോവുകയാണ്. നാം അദ്ദേഹത്തിന്റെ അടുക്കൽ മുളപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തെ കക്കിക്കളഞ്ഞ് അദ്ദേഹം കിടക്കുന്ന സ്ഥലത്ത് അള്ളാഹു മുളപ്പിച്ചു കൊടുത്തു. ശജറത്തം മിൻ യഖ്തീൻ, ചൊരങ്ങ വർഗത്തിൽപ്പെട്ട ഒരു ചെടി. ഷജറ എന്ന് പറഞ്ഞാൽ മരം എന്നാണ് അർത്ഥം. ചെടിക്കും പ്രയോഗിക്കും, തടിയില്ലാത്ത ചെടിക്കും ഷജറ എന്ന് പ്രയോഗിക്കും. യഖ്തീൻ എന്ന് പറഞ്ഞാല് തടിയൊന്നുമില്ലാതെ വള്ളികളായിട്ട് പടരുന്ന കുമ്പളങ്ങ, അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള പച്ചക്കറികൾ, ആ രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വളരുന്ന പന്തലിൽ ഇങ്ങനെ വളർത്തപ്പെടുന്ന, വലിയ ഉയരം ഉണ്ടാവില്ല, ചെറിയ ഉയരത്തിൽ വളർന്നതിൽ ഇങ്ങനെ പിന്നെ കായികനികളും ഫലങ്ങളും ഒക്കെ വളർന്നു വരുന്ന ആ രൂപത്തിലുള്ള ചെടികൾക്കാണ്, അതിൽപ്പെട്ട ആ ഗ്രൂപ്പിൽ പെടുന്നതാണ് യഖ്തീൻ. അധിക മുഫസ്സിരീങ്ങളും അതിന്റെ ചൊരങ്ങ വർഗത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് വാഴയാണെന്ന് പറഞ്ഞ് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. അല്ലാഹു അഅലം. എന്തോ ആകട്ടെ, അദ്ദേഹത്തിന് അതിന്റെ തണൽ കിട്ടാനും ഒരു വേള അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും അതിൻ്റെതായ രൂപത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുവാനും എന്താണോ അള്ളാഹു അതിൽ ഉദ്ദേശിച്ച ഹിക്മത്ത് അള്ളാഹുവിനറിയാം. എന്തായിരുന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർവികമായ നിലക്കുള്ള പൂർണ്ണമായ ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്തു. അതിന്റെ ശേഷം മഹാനവറുകളെ അല്ലാഹു തആല ആരോഗ്യത്തോടുകൂടെ വീണ്ടും ആ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അതാ പറയുന്നത്, വഅർസൽനാഹു, അദ്ദേഹത്തെ നാം അയക്കൂ ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂന, 1,00,000-ലേറെ വരുന്ന ആ പ്രദേശത്തേക്ക് പിന്നെയും അയച്ചു. ഫആമനൂ, അവര് വിശ്വസിക്കുകയും ഫമത്തഅനാഹും ഇലാ ഹീൻ, ഒരു കാലപരിധി വരെ അവർക്ക് അല്ലാഹു സുഖങ്ങളും സൗകര്യങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവര് മുഅ്മിനീങ്ങളായിട്ടുണ്ട്. അവരാ പ്രവാചകനെ പിന്നെ സ്വീകരിച്ചിട്ടുമുണ്ട് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു കാര്യം താങ്കൾക്ക് പണയാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് തുടങ്ങുന്ന ആ അധ്യായത്തിന്റെ 48, 49, 50 എന്നീ ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തകുൻ കസാഹിബിൽ ഹൂതി ഇദ് നാദാ വഹുവ മക്ലൂം വലൗലാ അൻ തദാറകഹു നിഅമതും മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയുന്നുണ്ട്, നബിയെ, ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പ്രയാസപ്പെടുത്തലുകളും ഒക്കെ താങ്കളുടെ ജനതയിൽ നിന്ന് താങ്കൾക്ക് കിട്ടുന്നുണ്ട്. താങ്കളെ ജനങ്ങൾ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ, താങ്കളോട് ഉപദേശിക്കാനുള്ളത് ഫസ്ബിർ ലിഹുക്മി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ വിധിക്ക് നിങ്ങൾ കീഴ്പ്പെടണം, നിങ്ങൾ സഹിച്ചോളി. പ്രവാചകരെ, നിങ്ങൾ ക്ഷമിക്കണം. വലാ തകുൻ കസാഹിബിൽ ഹൂത്, മത്സ്യക്കാരനെ പോലെ നിങ്ങൾ ആയിത്തീരരുത്, യൂനുസിനെ പോലെ നിങ്ങൾ ആവരുത്. ഇദ്നാദാ വഹുവ മക്ലൂം, സങ്കടവും ദുഃഖവും ദേഷ്യവും കൊണ്ട് അദ്ദേഹം റബ്ബിനെ വിളിച്ചപ്പോ, വലൗലാ അൻ തദാറകഹു നിഅമതും മിർ റബ്ബിഹി,
അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ പ്രത്യേകമായ ഒരു കാരുണ്യം അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ലനുബിദ ബില്ലറോ, ആ ജനവാസമില്ലാത്ത സ്ഥലത്ത് അദ്ദേഹം ഉപേക്ഷിക്കപ്പെടുമായിരുന്നു. വഹുവ മദ്മൂം, ആക്ഷേപിക്കപ്പെട്ടവനായ നിലയിൽ. പക്ഷേ റബ്ബ് അങ്ങനെ അദ്ദേഹത്തെ വിട്ടിട്ടില്ല. ഫജ്തബാഹു റബ്ബുഹു, അദ്ദേഹത്തെ പിന്നീട് റബ്ബ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഫജഅലഹു മിനസ് സാലിഹീൻ, സദവൃത്തന്മാരുടെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം നിലകൊണ്ടിട്ടുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാമിന് സംഭവിച്ചിട്ടുള്ള ആ കാര്യത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കാർക്കും തോന്നരുത് യൂനുസ് അലൈഹിസ്സലാം ഒരു മോശക്കാരനായിരുന്നു. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ, ഒരാളുടെ മനസ്സിലും അങ്ങനെ വരാൻ പാടില്ല. എന്തിനാ അങ്ങനെ ദേഷ്യം പിടിച്ച ഒരു നബി അങ്ങനെ ദേഷ്യം പിടിക്കാവോ? നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്തിനാ അങ്ങനെ ഓടിപ്പോയത്? അദ്ദേഹത്തിന് അള്ളാഹിന്റെ ആക്ഷേപമൊക്കെ കിട്ടിയ നബിയല്ലേ എന്നൊന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ വില കെടുത്താനോ അദ്ദേഹത്തെ വിമർശിക്കാനോ പാടില്ല. കാരണം ഇതൊക്കെ നമുക്ക് ഓതി കേൾപ്പിച്ചു തന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. മാ യൻബഗി ലിഅബ്ദിൻ അൻ യഖൂല ഇന്നഹു ഖൈറും മിൻ യൂനുസ് ഇബ്നു മത്താ, ഒരടിമക്കും പറയാൻ പാടില്ല ഞാൻ യൂനുസിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ടവനാണെന്ന്. കാരണം അദ്ദേഹം മഹാനായ പ്രവാചകനാണ്. ഒരിക്കലും ഒരാളും അങ്ങനെ പറയാൻ പാടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഒരിക്കലും നമ്മുടെ മനസ്സുകളിൽ അങ്ങനെ ഒരു വേണ്ടാത്തൊരു ചിന്ത അല്പം പോലും ഉണ്ടാകാൻ പാടില്ല. കാരണം മഹാരഥന്മാരായ ആളുകളിൽ നിന്ന് സംഭവിക്കുന്ന ചെറിയ കാര്യം പോലും അള്ളാഹു ഉടനെ പരിഹരിച്ച് അവരെ ഓർമ്മപ്പെടുത്തും എന്നുള്ളതിനാണ് ഇതൊക്കെ തെളിവ്. അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തെ ഒരു തെറ്റുകാരനാണോ? അദ്ദേഹം ഒരു ആക്ഷേപാർഹനാണോ? ഭൗതികമായ സൗകര്യങ്ങളുടെ കമ്മി കൊണ്ടല്ലല്ലോ ദേഷ്യം പിടിച്ചു പോയത്. അള്ളാന്റെ ദീന് പറഞ്ഞു കൊടുത്തിട്ടും ആൾക്കാർ കേൾക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടല്ലേ? ഏറ്റവും വലിയ നസീഹത്തല്ലേ അത്? അപ്പൊ മഹാന്മാരിൽ നിന്നുണ്ടാകുന്ന ചെറുതുപോലും അള്ളാഹു തആല അവരെങ്ങനെ കൊടുത്ത് അവരെങ്ങനെ ഊതിക്കാച്ചിയാണ്. അവരെങ്ങനെ ഊതിക്കാച്ചിയ പൊന്ന് എന്ന് പറയുന്നില്ലേ, ഒന്നും അവരിലൊന്നും ഉണ്ടാകാൻ പാടില്ല. വളരെ ക്ലിയർ ആവണം. ആ നിലക്ക് കൊടുത്ത സംസ്കരണമാണത്. അത്രയേ അതിലുള്ളൂ. മറ്റൊന്നും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന അദ്ദേഹത്തിന്റെ ആ കൃത്യമായ നിലക്കുള്ള പ്രയാസം വന്നപ്പോൾ മാത്രമല്ല, എപ്പോഴും അള്ളാഹിനെ തസ്ബീഹ് ചൊല്ലലും ദുആ ഇരക്കലും അള്ളാഹുവിലേക്ക് കേണപേക്ഷിക്കലും ഒക്കെ അദ്ദേഹത്തിന്റെ പതിവായിരുന്നു എന്നാണ് അള്ളാഹ് പറഞ്ഞത്. നമുക്കും വേണം ആ മാതൃക. എപ്പോഴും നമ്മൾ ദുആകൾ വർദ്ധിപ്പിക്കണം, ദിക്റുകൾ അധികരിപ്പിക്കണം. രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ നമുക്ക് ദിക്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട്. പക്ഷേ നമുക്ക് എത്ര പേർക്ക് അറിയാം? നമുക്ക് എത്ര പേർക്ക് അതിനെ സംബന്ധിച്ച് ബോധമുണ്ട്? അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ ബോധത്തോടെ നമ്മൾ ദിക്റുകളും ദുആകളും ഒക്കെ നമുക്ക് നല്ല സന്തോഷമുള്ള ഘട്ടങ്ങളിൽ നമ്മൾ മാത്രമല്ല നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നമ്മളെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ബന്ധപ്പെട്ടവരൊക്കെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. പ്രയാസവും വിഷമൊക്കെ വരുമ്പോ അപ്പൊ നമുക്ക് പറയാ, പേടിക്കേണ്ട മക്കളെ, ഇന്നല്ലാഹ മഅനാ. ആ വാക്കിനൊക്കെ ഒരു ഗൗരവം ഉണ്ടാവും. അപ്പൊ അള്ളണ്ടടാ, നമുക്ക് ഒന്നുകൊണ്ടും സങ്കടപ്പെടണ്ട, അള്ളണ്ട് നമ്മുടെ കൂടെ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അള്ളണ്ട് നമുക്ക് ദുഃഖിക്കണ്ട, സങ്കടപ്പെടണ്ട എന്ന് പറയാൻ അതിന് കരുത്ത് കിട്ടണമെങ്കിൽ പണ്ടേ ആ സ്വഭാവം വീട്ടിലുണ്ടെങ്കിലേ അത് പറഞ്ഞാൽ വിലയുണ്ടാവുള്ളൂ, പറയുമ്പോഴും വില ഉണ്ടാവുള്ളൂ, കേൾക്കുമ്പോഴും വില ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാമിന്റെ ആ ഒരു മാതൃക എപ്പോഴും അള്ളാനെ ഓർക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. നമ്മളും പകർത്തണം, പഠിക്കണം, മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഞെരുക്കവും പ്രയാസവും വരുമ്പോൾ റബ്ബല്ലാതെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. റബ്ബിനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. സൂഫി സമ്മേളനം എന്ന പേരിൽ ഒരു സമ്മേളനം നടത്തിയിട്ട് ലോകത്തോട് അവർ പറഞ്ഞത്, ഈ ലോകം നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും ഒക്കെ ഔലിയാക്കന്മാരാണ്, അതുകൊണ്ട് എവിടുന്നും അവരെ വിളിച്ചാൽ അവർ ഓടിയെത്തുന്നത്. കുഫറാണ്, തനിച്ച ശിർക്കിന്റെ വാദമാണ്. അതുകൊണ്ട് മഹാരഥന്മാരായ അമ്പിയാക്കളുടെ കൂടെ ഞങ്ങളെ ചേർക്കണേനാ നമ്മളൊക്കെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ പ്രാർത്ഥിക്കുന്നത്. പഴച്ചുപോയ യഹൂദികളുടെയും നസറാനികളുടെയും മാർഗത്തിലും ആ യഹൂദികളുടെ പിൽക്കാല സന്തതികളായ അവര് കൽപ്പിച്ചുണ്ടാക്കിയ ഷിയായിസവും അവരുണ്ടാക്കിയ സൂഫിസവും ഒന്നുമല്ല നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഇടം.
നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഇടം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധന്മാരുടെ കൂടെ മാത്രം അണിചേരണേ. അത് മുഖവിലക്കെടുത്തുകൊണ്ട് മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ പാതകളെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരുത്തു പകരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പലരുടെയും ബന്ധപ്പെട്ടവരും മാതാപിതാക്കളുമായി പലരും രോഗശയ്യയിലാണ്. അല്ലാഹുവേ, നീ അവർക്കെല്ലാം പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കാതെ നീ ഞങ്ങളെ രക്ഷിക്കണമേ നാഥ. ക്ഷമയും സഹനവും നീ നൽകിക്കൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് സന്തോഷത്തോടെ കണ്ടുമുട്ടാനും ഒന്നിച്ചു വസിക്കാനും നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ ആലമീൻ. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.